So the most important thing is that Stephen Creation also supports the innate skill, okay, innate ability of an individual, of a child or an person to learn language. Language acquisition എന്നുള്ളതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇന്നേറ്റ് തിയറിസ്റ്റാണ് സ്റ്റീഫൻ ക്രേഷൻ. ഓക്കെ, ഹി വാസ് an American linguist, educational researcher and a political activist. He has established, actually he started as a linguist, then later on he ended up as an educational researcher. Highly efficient ആയിട്ടുള്ള, highly എന്താ പറയുക, ഡിസ്കസ്ഡ് ആയിട്ടുള്ള കുറേ ഐഡിയാസ് ഇദ്ദേഹം പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വാട്ട് is called as this 5 hypothesis and all these kind of things. Okay, so the other thing is that he is concerned about language learning, that he is an innate theorist എന്ന് പറയുമ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ്, അതായത് ഇന്നേറ്റ് കേപ്പബിലിറ്റി ഉണ്ട്, ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്, നമുക്കൊരു ഡിവൈസ് ഉണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ലാംഗ്വേജ് പഠിക്കാനൊക്കെ നമുക്കൊരു സംഭവം നമ്മുടെ മൈൻഡിലുണ്ട് എന്നുള്ളത് പറയുന്ന ലേഡി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനോടൊക്കെ ഫോളോ ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു തിയറിസ്റ്റാണ് സ്റ്റീഫൻ ക്രേഷൻ. ഓക്കെ, നൗ he has another important aspect, that is he put forwarded the importance of comprehensible input. മനസ്സിലാക്കാൻ പറ്റുന്ന കോംപ്രിഹെൻസിബിൾ ആയിട്ടുള്ള ഇൻപുട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലാംഗ്വേജ് ലേണിങ്ങിൽ എന്നുള്ളത് ഇദ്ദേഹം പറഞ്ഞു വെച്ചൊരു കാര്യമാണ്. ദെൻ ഹി ഡെവലപ്ഡ് ദ 5 ഹൈപ്പോത്തസിസ് ഓഫ് സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ. നൗ അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇൻപുട്ട് ഹൈപ്പോത്തസിസ് ഓർ മോണിറ്റർ മോണിറ്റർ മോഡൽ എന്നൊക്കെ പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഓരോരോ ഹൈപ്പോത്തസിസുകളാണ് that is related to language learning. Now we can see the 5 hypotheses. That is the acquisition learning hypothesis, first one, then the monitor hypothesis, the natural order hypothesis, the input hypothesis, the affective filter. Okay, these are his 5 hypotheses. ഇതിൽ acquisition അത് നമുക്ക് ഓരോന്നോരായിട്ട് നോക്കാം. ഫസ്റ്റ് ജനറൽ ആയിട്ടൊന്ന് പറയാം. that is language that is acquisition learning hypothesis means that ഈ ഒരു ഹൈപ്പോത്തസിൽ there is a strict separation between conscious and subconscious learning, and he says that only acquisition can lead to fluent language use. That is acquisition learning hypothesis. Acquisition learning hypothesis learning they are reject ചെയ്യുന്നുണ്ട്. Okay, and then means he says that to be fluent in a language one must has an ലേണിംഗ് അക്വിസിഷൻ. അങ്ങനെയാണെങ്കിലാണ് ആ ഒരു ലെവലിൽ എത്തുള്ളൂ എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞത്. ദാറ്റ് ഈസ് ദ അക്വിസിഷൻ ലേണിംഗ് ഹൈപ്പോത്തസിസ്. പിന്നെ മോണിറ്റർ ഹൈപ്പോത്തസിൽ പറയുന്നത് ലാംഗ്വേജ് നോളജ് ദാറ്റ് ഈസ് കോൺഷ്യസ്ലി ലേൺഡ് ക്യാൻ ഓൺലി ബി യൂസ് ടു മോണിറ്റർ ഇൻപുട്ട്. എങ്ങനെയാണ് നമ്മളൊരു കാര്യത്തെ, ദാറ്റ് ഈസ് മോണിറ്ററിങ് ഔട്ട്പുട്ട് റിക്വസ്റ്റ് ലേണേഴ്സ് ടു ബി ഫോക്കസ്ഡ്. ഒരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കി അതിൽ നമ്മൾ ഇൻഡൾജ് ചെയ്തുകൊണ്ട് അതിലേക്ക് എന്താണ് നമ്മൾ ഫോക്കസ്ഡ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിന് നമ്മൾ കൃത്യമായിട്ട് അവരെ കാര്യങ്ങൾ മീൻസ് അവരുടെ തെറ്റെന്താണ് ശരി എന്താണെന്ന് അവർ തന്നെ കൃത്യമായി തിരിച്ചറിഞ്ഞാലേ അവർക്ക് നന്നായിട്ട് ഈ ലാംഗ്വേജ് സ്വായത്തമാക്കാൻ കഴിയും, അക്വിസിഷന് പോസിബിൾ ആവുള്ളൂ എന്നുള്ളതായിരുന്നു മോണിറ്റർ ഹൈപ്പോത്തസിസ്. ഓക്കെ, നൗ input hypothesis, that is language is acquired by exposure to comprehensible input at a level a little higher than that the learner can already understand. Okay, Creation names this kind of input that is I+1. മീൻസ് നമുക്ക് ഒരാൾക്ക് ഒരു സ്റ്റുഡൻറ്റിന് ഒരു ലെവൽ ഉണ്ടാവുമല്ലോ, ആ ലെവലിൻ്റെ ലേശം മുകളിലായിട്ട് I+1 എന്ന് പറയുന്ന ഒരു ലേശം ലെവലിൽ, എന്നാൽ കൂടുതലായിട്ട് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റാത്തതല്ല, കോംപ്രിഹെൻസിബിൾ ആയിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻപുട്ട് കൊടുത്തുകൊണ്ട് വേണം അവരെ ലെവൽ കൂട്ടി കൊണ്ടുവരാൻ, മീൻസ് അവരെ പഠിപ്പിക്കാൻ, അവരെ ലാംഗ്വേജ് അക്വയർ ചെയ്യിപ്പിക്കാൻ എന്നുള്ളതാണ് ഇൻപുട്ട് hypothesis. Then natural order hypothesis, learners acquire the grammatical features of a language in a fixed order. This is not affected by instruction. That is natural order hypothesis. Okay, now affective filter hypothesis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is related to their stress. റിലാക്സ്ഡ് ആയിരിക്കണം, ടെൻഷനായി പിടിച്ചിട്ടൊന്നും പഠിച്ചാൽ ഒന്നും പഠിയില്ല എന്നുള്ള ഒരു ഇതാണ് affective filter hypothesis പറയുന്നത്. Now we will see them one by one. That is
that, as I have already explained, the acquisition learning hypothesis means that there are two systems. ഒന്നെന്താണ്, ലാംഗ്വേജിനെ രണ്ട് രീതിയിൽ നമുക്ക് സിസ്റ്റംസ് ആക്കാൻ പറ്റും. ദാറ്റ് ഈസ് അക്വയർഡ് സിസ്റ്റം ആൻഡ് ലേൺ സിസ്റ്റം. ഓക്കെ, നമ്മൾ ഇത് തന്നെയാണ് നമ്മുടെ ലാംഗ്വേജ് അക്വസിഷനും നമ്മൾ ലാംഗ്വേജ് ലേണിങ്ങും തമ്മിൽ ഡിഫറൻസ് കണ്ടപ്പോൾ മനസ്സിലാക്കിയത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദിസ് അക്വയർഡ് സിസ്റ്റം ആസ് എ ലാംഗ്വേജ്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് എ subconscious process. It's based on meaningful interaction, target language and natural communication. Learned system എങ്ങനെയാണ്, പ്രൊഡക്റ്റ് ഓഫ് എ കോൺഷ്യസ് പ്രോസസ്സാണ്, ഫോർമൽ ഇൻസ്ട്രക്ഷൻ ആണ്, ആൻഡ് ലെസ് ഇമ്പോർട്ടൻറ്റ് ദാൻ അക്വസിഷൻ. അപ്പോൾ നമ്മളൊരു ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ആ ഒരു ലാംഗ്വേജിനെ നമുക്ക് ഇങ്ങനെ രണ്ട് രീതിയിൽ, ചില ആളുകൾ ഇപ്പം അവർക്ക് എല്ലാ ഗ്രാമറിൻ്റെ എല്ലാ റൂൾസും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവും, എല്ലാം ഓക്കെയാണ്, ബട്ട് എവറിത്തിങ് ഈസ് ഫൈൻ, ബട്ട് ദ പ്രോബ്ലം ഈസ് ദറ്റ് ദേ കാൻറ്റ് കമ്മ്യൂണിക്കേറ്റ് വെൽ or they can't express well in that language, or they are not confident enough to say something. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ they learned the system, ലേൺ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെയാണ് ആ ഒരു അക്വിസിഷൻ എന്ന ലെവലിലേക്ക് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ അക്വിസിഷൻ നടക്കാത്തത് കൊണ്ട് സംഭവിച്ചതാണ് ഈ ഒരു എല്ലാം അറിഞ്ഞാൽ പോലും അവർക്കത് ശരിയായ രീതിയിൽ സബ് കോൺഷ്യസ് ആയിട്ട് they can't use this. Okay, and then the monitor hypothesis, that means that students will write effectively when they proofread their own writing. അവർ എഴുതിയത് തന്നെ അവർ വായിക്കുക, മീൻസ് അവർ സെൽഫ് റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് അവർക്ക് ശരിക്ക് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാലാണ് അവർക്ക് നന്നായി ഇമ്പ്രൂവ് ചെയ്യാൻ, അവർ തന്നെ എഴുതി അവർ തന്നെ മനസ്സിലാക്കുമ്പോഴാണ് അവർക്ക് അത് നന്നായി മനസ്സിലാക്കാൻ പറ്റുക. എക്സ്പ്രസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അക്വിസിഷൻ ആൻഡ് ലേണിംഗ്, ഓഫ് കോഴ്സ് റിലേറ്റഡ് ടു ദ ഫസ്റ്റ് വൺ. ഈ അക്വിസിഷൻ ലേണിംഗ് ഹൈപ്പോത്തിസിസ് പറഞ്ഞ പോലെ തന്നെ അതിൽ മോണിറ്റർ ഹൈപ്പോത്തിസിൽ പറയുന്നത് ലേണിംഗ് അക്വിസിഷൻ തമ്മിൽ ഡിഫറൻസ് വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദറ്റ് ഈസ് ദ തിങ് ഈസ് ദാറ്റ് എ child or a student need to focus on his own works, his own writings. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മാത്രമേ ഈ കുട്ടിക്ക് ഇതിൽ അക്വിസിഷൻ നടക്കുന്നുള്ളൂ, മീൻസ് he has an active interaction with the material that he has written. അപ്പോൾ ആ തെറ്റും ശരിയൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. Then that is practical results of learned grammar, and then the role of the monitor or the editor in the planning, editing and correcting functions. എത്രമാത്രം നമുക്കൊരു മോണിറ്റർ അതുപോലെ ഒരു എഡിറ്റർ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനും, അതുപോലെ തന്നെ എന്താണ് ഈ ഒരു കറക്റ്റ് ചെയ്യാനും, അങ്ങനെയുള്ള ഫങ്ഷൻസിനൊക്കെ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്, എത്രമാത്രം അങ്ങനെ ഒരു ഹെൽപ്പ് വേണം എന്നുള്ളതൊക്കെ ദ മോണിറ്റർ ഹൈപ്പോത്തിസിസ് defines it. Now the natural order hypothesis എന്ന് പറയുമ്പോൾ, that is grammatical structures, it is based on research that suggests that the acquisition of grammatical structures follows a predictable natural order. മീൻസ് നമ്മുടെ ഒരു യൂണിവേഴ്സൽ ഗ്രാമറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഓർഡർ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചേഴ്സിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്വിസിഷൻ ഓഫ് ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്, അതിലൊരു പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള നാച്ചുറൽ ഓർഡർ ഉണ്ട് എന്നാണ് ഈ നാച്ചുറൽ ഓർഡർ ഹൈപ്പോത്തിസിൽ പറയുന്നത്. നമ്മൾ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ പഠിക്കുന്നതിന് നമ്മൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഓർഡർ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ഒരു ഹൈപ്പോത്തിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു ലാംഗ്വേജ് പഠിക്കുന്ന രീതിയിൽ പഠിക്കുമ്പോൾ നമ്മളിപ്പം ഏത് ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ പഠിക്കുന്ന രീതി, മീൻസ് ആ ഒരു അക്വിസിഷൻ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറിനെ നമ്മൾ അക്വിസിഷൻ നടത്തുക, ലേണിംഗ് അല്ല, മീൻസ് നാച്ചുറലായിട്ട് നമുക്ക് വരുന്ന ഈ ഒരു പ്രോസസ്സാണല്ലോ അക്വിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു പാറ്റേൺ ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള പ്രെഡിക്റ്റബിൾ നേച്ചർ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് നാച്ചുറൽ ഓർഡർ ഹൈപ്പോത്തിസിസ്. നൗ ദ ഇൻപുട്ട് ഹൈപ്പോത്തിസിസ്. ഇൻപുട്ട് ഹൈപ്പോത്തിസിസ് we have already discussed that if a student are at stage I എന്ന് പറയുന്ന സ്റ്റേജിലാണ്, ഇപ്പോൾ അവരുടെ ഒരു ലെവൽ അതാണെന്നുണ്ടെങ്കിൽ, മീൻസ് ഒരു എന്താ പറയുക, അവർക്ക് കുറേ കാര്യങ്ങൾ അറിയാം, അവരുടെ ഒരു ലെവൽ ഓരോ സ്റ്റുഡൻസിന് they have their own levels. So we have to give a higher, a bit higher, that is I+1 എന്ന് പറയുന്ന തൊട്ട് മുകളിൽ, കൂടുതലായിട്ട് പാടില്ല, എന്ന് പറയുന്ന സ്റ്റേജിലാണ് കുട്ടികൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലൂടെ +1 എന്നുള്ള രീതിയിൽ ഒരു കോംപ്രിഹെൻസിബിൾ ആയിട്ടുള്ള ഇൻപുട്ട് കുട്ടികൾക്ക് കൊടുക്കുക. അതിലൂടെ അവരെ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് അവരെ കോംപ്രിഹെൻസിബിൾ ഇൻപുട്ടുകൾ കൊടുത്തുകൊണ്ട് അവരെ ലെവലിൽ ഇങ്ങനെ കൂട്ടി കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു ഇൻപുട്ട് ഹൈപ്പോത്തിസിൽ പറയുന്നത്. ആൻഡ് ദെൻ ദ അഫക്റ്റീവ് ഫിൽറ്റർ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ്
affective, as you know, affective is related to emotion, stress, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിലെന്താണ്, സ്റ്റുഡൻസ് വിൽ ലേൺ ബെറ്റർ വിത്ത് ഹൈ ലെവൽസ് ഓഫ് മോട്ടിവേഷൻ ആൻഡ് സെൽഫ് കോൺഫിഡൻസ് റാദർ ദാൻ എ ഹൈ ലെവൽ ഓഫ് ആൻസൈറ്റി ആൻഡ് റേസസ് ദ അഫക്റ്റീവ് ഫിൽറ്റർ ആൻഡ് ഫോംസ് എ മെൻ്റൽ ബ്ലോക്ക്. എന്താ സംഭവിക്കുന്നത് അഫക്റ്റീവ് ഫിൽറ്റർ എന്ന് പറയുമ്പോൾ? നോക്കി കുട്ടികൾക്കത് പഠിക്കണം എന്ന ആഗ്രഹം ഇല്ല. കാരണം അവർക്ക് ടെൻഷനാണ്, എന്താണ് ഇപ്പോൾ കരുതുക, ഞാൻ പറഞ്ഞാൽ ശരിയാവുമോ, പറഞ്ഞാൽ ശരിയാവില്ലേ. അവർക്ക് ഈ ലാംഗ്വേജിനോട് എന്താ പറയുക, they are not trying to learn it or acquire it, rather they are stressed out. So because of that reason they won't be able to learn, because it can form a mental block. ഒരു മെൻ്റൽ ബ്ലോക്ക് ഉണ്ടാക്കാൻ ഈ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ആൻസൈറ്റി ഒക്കെ കാരണമാവും. അതുകൊണ്ട് തന്നെ there is an important factor that a student should has a high level of motivation and self confidence എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതാണ് ദ അഫക്റ്റീവ് ഫിൽറ്റർ. ദീസ് ആർ ദ 5 hypotheses put forwarded by Stephen Krashen. Okay, that is all about this the ideas related to